എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ചൂല് കണി കൊണ്ടിട്ട് ചൂല് കണി കണ്ടു തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ എടുത്ത വീഡിയോ കണ്ടാ, പക്ഷെ എനിക്ക് അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം നമുക്ക് എന്താണ് പറയണത്, ഇത്തിരി വയ്യായികയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് അതങ്ങോട്ട് മാറി കിട്ടണില്ല. ഇപ്പം കൂടിക്കൂടി വരണേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അവസ്ഥ. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ പരമാവധി വീഡിയോകളൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ വീഡിയോകളൊക്കെ ഇടും. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്, സാമ്പാറും ഗോതമ്പിൻ്റെ പുട്ടുമാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ പൊടി കഴിഞ്ഞായിരുന്നു, എന്നാലും ഞാനൊരു പാക്കറ്റ് വേറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടായിരുന്നു. അതിൽ മല്ലിപ്പൊടി, മഞ്ഞളല്ല, മുളക് പൊടി, ഇത്തിരി സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട്, ഇത്തിരിയല്ല, സാമ്പാർ പൊടി ഒരുവിധം ഇട്ടിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് തിളപ്പിച്ചതിന് ശേഷം വെണ്ടക്ക സാധാരണ വെളിച്ചെണ്ണയിൽ വാട്ടിയാണ്ട് ഇടുന്നത്. പിന്നെ എനിക്ക് അതിനൊന്നും നേരമില്ലാത്തത് കൊണ്ടിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഉള്ള പച്ചക്കറികളൊക്കെ വെട്ടിക്കൂട്ടിയിട്ടിട്ടൊരു സാമ്പാർ, അത്രേ ഉള്ളൂ. വലിയ ആർഭാടമൊന്നുമില്ല. നമുക്ക് അകത്തേക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് ഉദ്ദേശിച്ച് മാത്രം വെക്കുന്ന സാമ്പാറാണ് ഇത്. അല്ലാതെ എന്താണ്, വളരെ പ്രൊഫഷണലായിട്ട് ഭംഗിയായിട്ടൊന്നും വെച്ചതല്ല കേട്ടോ. അപ്പം ഗോതമ്പ് പുട്ടെന്ന് പറഞ്ഞാൽ ഗോതമ്പ് പുട്ടിൽ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണയും ഉപ്പും കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കും. കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്യണത്. അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചില്ലെങ്കിൽ ഗോതമ്പിൻ്റെ പുട്ടിങ്ങനെ ഭയങ്കര ഒരു കട്ട കട്ട പോലെയാവും. അപ്പോൾ അതെനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച്, നമുക്കറിയാലോ, ഒരു പുട്ട് പരുവത്തിലെത്തുമ്പോൾ അത് മിക്സിയിലിട്ട് അടിച്ചാൽ മതി. വെളിച്ചെണ്ണ ചേർത്താലേ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഗോതമ്പ് പൊട്ട് പൊടിക്കണതിൻ്റെ ഒരു സൂത്രം എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊട്ട് വെക്കുകയാണെങ്കിൽ കൂടുതലും എനിക്ക് തോന്നിയിരിക്കണ ടേസ്റ്റി ആയിട്ട് തോന്നിയിരിക്കണ കടലക്കറിയാണ് കേട്ടോ. കടല ഞാൻ തലേദിവസം വെള്ളത്തിലിടാൻ മറന്നുപോയി. സാമ്പാറിനേക്കാളും ടേസ്റ്റ് കടലക്കറിയാണ്. പക്ഷേ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇതാണ്, എന്നാൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പുറത്തുള്ള വീഡിയോകൾ അധികമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ തുടങ്ങണം എന്നാലോചിച്ച് ഇങ്ങനെ ഇരിക്കണേന്നല്ല, അതായത് വ്ളോഗ് കേട്ടോ. വീഡിയോ ഒന്നും ഉണ്ടാവും, നമ്മളെ കൊണ്ടാവുന്നത് പരമാവധി ഇടും കേട്ടോ. അപ്പോൾ അത് സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാറൊക്കെ എടുത്ത് പകർത്തി വെച്ചിട്ട് ഇനി നമുക്ക് കഴിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അറിയാലോ. കഴിക്കും, അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കുറച്ച് പാത്രങ്ങൾ, അപ്പോൾ ഈ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നമുക്ക് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ തൊട്ട് എല്ലാം, അതായത് ഉള്ളി വേറെ മുളക് വേറെ എന്ന് പറഞ്ഞിട്ട് ഓരോ പാത്രം എടുത്ത് നിരത്തി വെക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പുത്രൻ്റെ വക, അങ്ങനെ എല്ലാവരുടെയും വക ഉണ്ടാവും പാത്രങ്ങൾ. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ കഴുകാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് കഴുകാമെന്ന് കരുതി. ഏത് നേരവും ഇങ്ങനെ കഴുകി പ്രാന്താവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കരുതി അന്ന് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കഴുകി അടുക്കളയും അങ്ങാട് തുടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞ്. ഇല്ല, അവിടെ കൊണ്ടും കഴിയൂല. അത് കഴിഞ്ഞാൽ ഉച്ചക്കലത്തെ തുടങ്ങണ്ടേ. അപ്പം ഇങ്ങനെ ഈ പാത്രം തേച്ച് കഴിയുന്ന കാണുമ്പോൾ ഒരു രസമാണല്ലോ, പക്ഷെ ചെയ്യുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല. എന്നാലും എനിക്ക് ഇത് കഴിയുമ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ എന്ത് രസമാണ് കാണാൻ. കുറേ പതയൊക്കെ ആയിട്ടല്ലേ. എനിക്കിങ്ങനെയാണ് കേട്ടോ, ഞാൻ കുറേ എനിക്ക് നന്നായിട്ട് പത വേണം. പതഞ്ഞ് ഇങ്ങനെ തേക്കണം. എന്നിട്ട് ആ പാത്രത്തുമ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, അങ്ങനെ കഴുകണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഒരു തരം പ്രാന്താണ്. എന്നാലും ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഓരോ ഇഷ്ടങ്ങൾ കേട്ടോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുക്കള ഒന്ന് തുടച്ച് ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കലത്തെ കറിയിലോട്ട് പോകും. ഉച്ചക്കലത്തെ കറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കാനുള്ളത്. ഇപ്പം എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ മീൻ കറി എടുത്ത് വെക്കണേണ് കേട്ടോ ചെയ്യണത്. എനിക്ക് മീൻ വേണ്ട, അവർക്ക് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് എടുത്ത് വെക്കണത്. അല്ലാതെ ഞാൻ കഴിക്കാറില്ല. ഞങ്ങൾ രാത്രിയേ കഴിക്കുള്ളൂ കേട്ടോ. ഞാനും ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രിയേ കഴിക്കുകയുള്ളൂ.
മീൻ രണ്ട് നേരവും മീനാവുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് പടവലങ്ങ തോരൻ വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ച പടലങ്ങ പടവലങ്ങ. നല്ല ടേസ്റ്റ് അല്ലേ തോരനാക്കി വെച്ച് കഴിഞ്ഞാലൊക്കെ തിന്നാനൊക്കെ. എല്ലാവർക്കും ഒന്നും ഇഷ്ടാവില്ല, എന്നാലും എനിക്കൊരിഷ്ടമാണ്. അപ്പോൾ ഇത് തോരനും വെക്കും, പിന്നെ ആ കറിയും ഉണ്ട്. കറി എനിക്കൊരു അച്ചാറ് കടയിൽ നിന്ന് വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, നാരങ്ങ അച്ചാറ്. അപ്പം അതും ഈ പടവലങ്ങയും കൂടി കഴിക്കുകയാണ് ചെയ്തത്. അപ്പം ഇനി ഇത് വെക്കുന്ന രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ മെഴുക്കുവരട്ടി വെക്കുമല്ലോ, അതിൽ കുറച്ച് തേങ്ങ ഇടും, അത്രേ ഉള്ളൂ കേട്ടോ. അതായത് ഇതാണ് ആ പരുവം. മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കണേ കേട്ടോ. ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കറികളൊക്കെ എടുത്ത് എല്ലാത്തിലും പകർത്തി വെച്ച് കഴിഞ്ഞ് ആ ചട്ടിയും കൂടി കഴുകി കഴിഞ്ഞാൽ എൻ്റെ ഉച്ചക്കലത്തെ പണി കഴിഞ്ഞ്. പിന്നെ എനിക്കിനിയിപ്പം എന്താണ് ചെയ്യേണ്ടത്, കുളിക്കുകയൊക്കെ ചെയ്യണം. അപ്പം അങ്ങനെ പുറം പണികളൊക്കെ പിന്നെ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. എനിക്ക് പുറം പണി ചെയ്തുകൊണ്ട് അടുക്കളപ്പണി ചെയ്യാൻ ഇഷ്ടമല്ല. അടുക്കളപ്പണി ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ പുറം പണി ചെയ്യുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ കുളിച്ചിട്ട് വല്ലയിടത്തിരുന്ന് ഇങ്ങനെ ചിന്തിക്കുക, അതൊരു രസമുള്ള കാര്യമാണല്ലേ. ഇപ്പം ചിന്തിക്കാനൊന്നും നേരമില്ല കേട്ടോ. നമ്മുടെ ചാനലൊക്കെ എന്തോരായി വ്യൂ, എന്തോരായി അങ്ങനെയൊക്കെ നോക്കി ഇരിപ്പാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ ചിന്തകളൊന്നും വരുന്നില്ല കേട്ടോ. ഞാനതാണ് ഇപ്പം ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതിൻ്റെ കാര്യം. കാരണം നമുക്ക് വേറെ ടെൻഷനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കേണ്ടി വരുന്നില്ല. ഇത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക് അത്തരം ചിന്തകളൊക്കെ ഒഴിവാക്കാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.